എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളും. നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഇഷിതയും മഹേഷും വിനോദും താഴെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. വിനോദിനെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് നമ്മുടെ ഇഷിത പറയുകയാണ്. അപ്പം വിനോദ് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇഷിത പറയുന്നുണ്ട്, കൈലാസിനെ കാണാതായതും ഇനി എന്തെങ്കിലും പറ്റിയതിലും അത് എൻ്റെ തലയിലായിരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പറയുന്നു. അപ്പം അങ്ങനെ അവർ 3 പേരും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. പിന്നീട് മഹേഷ് പറയുന്നത് മുകളിലേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ ഇഷിത മുകളിലേക്ക് കയറി പോവുകയാണ്. കയറി പോകുന്ന സമയത്ത് നമ്മുടെ മഞ്ജിമയും സ്വപ്നവല്ലി അവിടെ പിന്നെ കൈലാസ് മരിച്ചെന്നുള്ള രീതിയിൽ ഇങ്ങനെ തകർത്ത് അഭിനയിക്കുകയാണ്. മഞ്ജുമേണ ഭയങ്കര കരച്ചിൽ. അപ്പം നമ്മുടെ സ്വപ്നവല്ലി പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ, അത് ആരാണെന്ന് ശരിക്കും കണ്ടെത്തിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഇഷിത അകത്തേക്ക് കയറി വരുന്നത്. ഇഷിതയെ കണ്ടത് മഞ്ജുമയ്ക്ക് പിന്നെ ദേഷ്യം കയറി കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്, കൊല്ലുവാനൊക്കെ നോക്കുന്നു. എന്നിട്ട് പറയുന്നു, നീയാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത്, നീ അയാളുടെ ശവം പോലും എന്നെ കാണിച്ചില്ലല്ലോ, നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കുത്തിപ്പിടിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വപ്നവല്ലി പറയും വിട് എന്ന് പറയും, പക്ഷേ വിടുന്നില്ല. അങ്ങനെ തള്ളി താഴെ ഇടുന്ന സമയത്ത് ഇഷിത പോയി ഡോറിൻ്റെ ഫ്രണ്ടിലേക്ക് വീഴുകയാണ്. വീഴുന്ന സമയത്ത് ഒരു കാല് വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ കാലിൻ്റെ മുകളിലേക്കാണ് ചെന്ന് വീഴുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സാക്ഷാൽ കൈലാസ് തന്നെ. കൈലാസ് പുതിയ അവതാരമായി പിറന്ന് വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയാണ് ഇതാരാണെന്നുള്ളത്. അപ്പോൾ ഇഷിത ഇങ്ങനെ നോക്കുന്നു, ഇത് വേറെ രൂപമാണല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ കൈലാസ് കാവടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഹരഹരോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഭസ്മമൊക്കെ കയ്യിലുണ്ട്. അങ്ങനെ അകത്തേക്ക് വരുന്നത്. അപ്പം നമ്മുടെ സ്വപ്നവല്ലി പറയുന്നത് കൈലാസ് ചേട്ടനോ? അപ്പോൾ മഞ്ജിമ പറയുന്നത് കൈലാസ് ചേട്ടനോ? അപ്പം കൈലാസ് പറയുന്നു കൈലാസ് ചേട്ടനല്ല, കൈലാസ സ്വാമി എന്ന് പറയുന്നു. ഭവതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു ഭവതിയോ? അതെ ഭവതി എന്ന് പറയുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ രാമനാഥനും അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി രാമനും വന്നോ എന്ന് ചോദിക്കുന്നു. വന്നു എന്ന് പറയുന്നു. എവിടെ പൂജാമുറി എന്ന് കൈലാസ് ചോദിക്കുക, എന്നെ അങ്ങോട്ടേക്ക് ആനയിക്കും എന്ന് പറയുന്നു. അങ്ങനെ സ്വപ്നവല്ലി പൂജാമുറിയിലേക്ക് കൈലാസിനെയും കൊണ്ട് പോവുകയാണ്. പുറകെ എല്ലാവരും പോകുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ മഹേഷും ഇഷിതയും ചിരിയോട് ചുരുങ്ങി, അവർക്ക് ചിരിയാണെങ്കിൽ സഹിക്കാൻ വയ്യ. അങ്ങനെ പൂജാമുറിയിലെത്തി പ്രാർത്ഥനകളൊക്കെ നടത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാനിനി ഇതിൻ്റെ അകത്തായിരിക്കും അധിക സമയം എന്ന് പറയുകയാണ്, നിങ്ങളെല്ലാം പുറത്തേക്ക് പോയിക്കോളാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോകുന്നു. മഞ്ജുവ അവിടെ തന്നെ നിൽക്കുന്നു. എന്താ കൈലാസേട്ട ഇതൊക്കെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഭഗവതി പുറത്തേക്ക് പോകണം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരെയും പുറത്തിറക്കി വിടുകയാണ്. അങ്ങനെ ഹാളിലിരുന്ന് മഹേഷിനോട് നമ്മുടെ രാമനാഥൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാനിങ്ങനെ രാമേശ്വരത്ത് നിൽക്കുന്ന സമയത്താണ് കൈലാസിനെ അവിടെ പ്രദക്ഷിണം വയ്ക്കുന്നത് കാണുന്നത്. കൈലാസ് എന്നെ കണ്ടിട്ടും മനസ്സിലാകാത്ത പോലെ നിന്നു. പിന്നെ ഞാൻ കുറേ നേരം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടത്. കൈലാസ് വരുന്നില്ലെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് വന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതെല്ലാം അവൻ്റെ ട്രിക്കാണെന്ന് നമ്മുടെ ഇഷിതയ്ക്കും മഹേഷിനൊക്കെ അറിയും. അങ്ങനെ ഇഷിത അകത്തേക്ക് പോകുന്നു, മഹേഷ് അകത്ത് പോകുന്നു, എല്ലാവരും അകത്തേക്ക് പോകുന്നു. ആ സമയത്ത് നമ്മുടെ മഞ്ജിമ കൈലാസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എനിക്ക് കൈലാസിനെ കെട്ടിപ്പിടിച്ചൊന്ന് കരയണം എന്ന് പറയുന്നു. അയ്യോ ഭവതി എന്നെ തൊടലെന്ന് പറയുന്നു. അപ്പം പിന്നെ കൈലാസ് പറയുന്നു, ഞാൻ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്നുള്ള രീതിയൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ മഞ്ജു ചോദിക്കുന്നത്, ശരിക്കും കൈലാസ് ചേട്ടനെ ദൈവം പ്രസാദിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. ശരിക്കും പറയുന്നത്, എനിക്കിനി പിന്നെ നോൺ വെജ് ഐറ്റം ഒന്നും വേണ്ട, പച്ചക്കറികളും പാലും പഴവും അതൊക്കെ മതി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നത്, ഇപ്പം എനിക്ക് വിശ്വാസമായി എന്ന് പറയുന്നു. അങ്ങനെ അതെല്ലാം എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ മഹേഷും ഇഷിതയും ആലോചിക്കുകയാണ്, എന്തിനാണ് ഈ കൈലാസ് ഇങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് അവർക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിതയ്ക്ക് ഫോൺ കോൾ വരുന്നത്, അത് വേറെ ആരുമല്ല, നമ്മുടെ ആശുവാണ്. അപ്പോൾ മഹേഷ് പറയുന്ന, ചേച്ചി എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മഹേഷ് പറയുന്നു, നീ സംസാരിച്ചു, ഞാൻ അച്ഛൻ്റെ അടുത്ത് പോട്ടെ എന്ന് പറയും. അങ്ങനെ മഹേഷ് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇഷിത കോൾ എടുക്കുന്ന സമയത്ത് ആശു പറയുന്നു, ഇവിടെ നിനക്കെതിരെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നു, മാധവൊക്കെ തിരിച്ചു വരികയാണ്. എന്നിട്ട് ആശുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ പിന്നെ നമ്മുടെ കൈലാസ് വന്ന കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ
കൈലാസിൻ്റെ പുതിയ പുതിയ ഭാവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് ഇഷിതയോട് നീ കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നീട് നമ്മുടെ ആകാശൻ രചനയും കാണിക്കുന്ന സമയത്ത് അവരും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ശരിക്കും ആകാശിൻ്റെ ചരടിലാണ് നമ്മുടെ കൈലാസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ആദി അങ്ങോട്ടേക്ക് വരികയാണ്. ആദി പറയുകയാണ് ആകാശങ്ങളെ എൻ്റെ അമ്മയെ വിവാഹം കഴിക്കണം. ഇത് കേട്ട് നമ്മുടെ ആകാശ് ഞെട്ടിത്തെരിക്കുകയാണ്. ആകാശിന് വിവാഹം കഴിക്കണമെന്നൊരു താല്പര്യമൊന്നും ഇല്ലല്ലോ. അവനിങ്ങനെ മറ്റു രചനയെ കൊണ്ടു നടക്കണം എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ പറയുന്നു. അതിനുശേഷം നമ്മുടെ ആദ്യം സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ചിപ്പിയെ കണ്ടിട്ട് മൈൻഡാക്കാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ചിപ്പിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ചിപ്പി ഇൻഷാദെ എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ആദ്യം ഞെട്ടിത്തെരിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് സീന്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.